നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നിന്ന് കള്ളത്തരങ്ങളുടെ കഥകൾ വീണ്ടും വീണ്ടും പുറത്തു വരികയാണ്. സംഘപരിവാറിൻ്റെ ഇഷ്ടത്തോഴന്മാരെ പ്രതിഷ്ഠിച്ച ഉന്നത സ്ഥാനങ്ങളിൽ RSSൻ്റെയും VHPയുടെയും ഏറ്റവും വിശ്വസ്തരെ തന്നെ സ്ഥാപിച്ച അവരെ പ്രതിഷ്ഠിച്ച അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ സ്വർണവും വെള്ളിയും പണവുമെല്ലാം കൊള്ളയടിച്ച വാർത്ത ഒരാഴ്ച മുമ്പ് തന്നെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് കൂടുതൽ വാർത്തകൾ 8 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്ത ആളുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വീടുകളിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നു. ഇപ്പോൾ പിടിച്ചത് ചമ്പത് റായിയുടെ ഡ്രൈവർ, അതേപോലെ ഉന്നത RSS VHP നേതാക്കളുടെ ബന്ധുക്കളെയും അവരുടെ ഡ്രൈവർമാരെയും അസിസ്റ്റൻറ്റുമാരെയും ഒക്കെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സംഘി നേതാക്കളെ, RSSൻ്റെയും BJPയുടെയും ഒക്കെ ഉന്നത നേതാക്കളെ ഈ വലിയ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് ഡ്രൈവർമാരെയും വീട്ടിലെ തൂപ്പുകാരെയും ഒക്കെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം സത്യസന്ധമായി നീണ്ടാൽ പല ഉന്നത RSS നേതാക്കളും പ്രതികളാക്കപ്പെടുമെന്നാണ് കേൾക്കുന്നത്. തന്നെയുമല്ല, വളരെ രസകരമായൊരു വാർത്ത കൂടെ കേട്ടു. ഈ കട്ടെടുത്ത പണവും സ്വർണവും ഒക്കെ ചാണകത്തിൽ കുഴിച്ചിട്ട് വെച്ചിരിക്കുന്നു ചില ആളുകൾ. അങ്ങനെ ഒരു വാർത്ത വന്നിരിക്കുന്നു. പോലീസ് കണ്ടെടുത്തത് ചാണകത്തിൽ കുഴിച്ചിട്ട നിലയിലാണെന്ന്. എന്തിനാണാവോ ഈ സ്വർണവും കൊണ്ടുപോയിട്ട് ചാണകത്തിൽ കുഴിച്ചിട്ടതെന്നൊന്നും അറിയില്ല. ഏതായാലും അതാണ് ചെയ്തു വെച്ചതെന്ന് അറിയുന്നു. എന്തുമാത്രം സങ്കടമാണ്. ശ്രീരാമൻ്റെ സ്വർണവും പണവും ഒക്കെ എടുത്തിട്ട് ഭഗവാന് ആളുകൾ സമർപ്പിച്ച് അവർ കൊടുത്തിരിക്കുന്ന സംഭാവനയായി കൊടുത്തിരിക്കുന്ന പണവും സ്വർണവും വെള്ളിയും രത്നവും ഒക്കെ കട്ടുകൊണ്ടുപോകാൻ സംഘികൾക്കല്ലാതെ ആർക്കും സാധിക്കില്ല. ഇന്നലെ വരെ കേരളത്തിലെ സംഘികൾ പാടിക്കൊണ്ടിരുന്നത് സ്വർണം കട്ടത് ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പാടിയ ആളുകൾക്ക് ഇനി തിരിച്ചു പാടാം. നിങ്ങൾ ഇന്നലെ വരെ പാടിയ പാട്ടൊന്ന് തിരുത്തിയിട്ട് സ്വർണം കട്ടത് ആരപ്പ സംഘികളാണേ ഭഗവാനെ എന്ന് പാടിക്കൊണ്ട് ശ്രീരാമനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പാട്ട് പാടാം. നിങ്ങൾക്ക് അത്രമാത്രമല്ലേ കൊള്ളയടിച്ചത്? ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? എന്തെങ്കിലും നടപടി എടുക്കുന്നുണ്ടോ? ചമ്പത് റായിയെ പുറത്താക്കാൻ ധൈര്യമുണ്ട്. 24 കോടി രൂപയുടെ സ്വത്ത് വാങ്ങിയെന്നാണ് ആരോപണം വന്നിരിക്കുന്നത്. വ്യാപകമായി ഒരു ക്ഷേത്രത്തിന്, അതും അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പണവും സ്വർണവും വെള്ളിയും രത്നവും ഒക്കെ കൊള്ളയടിച്ച് കൊണ്ടുപോകാൻ സംഘികൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഒരാത്മാർത്ഥതയും ഇല്ലാത്ത വിശ്വാസികളാണ്. വിശ്വാസം വിറ്റുകൊണ്ട് രാഷ്ട്രീയ വിജയം നേടാൻ ശ്രമിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ദൈവത്തിനോട് അത്രയേ ഭക്തി ഉണ്ടാവുള്ളൂ. അത് ഉറപ്പാണ്. അത് തന്നെയാണ് അയോധ്യയിലും കാണാൻ സാധിക്കുന്നത്. കൈയിട്ട് വാരുക, നക്കുക, ഇതാണ് സംഘികളുടെ പൊതു സ്വഭാവം. അത് തന്നെയാണ് അയോധ്യയിലും കാണുന്നത്. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം തൊട്ട് കോടിക്കണക്കിന് ആ കിട്ടിയ പണമൊക്കെ തന്നെ സ്വകാര്യ ട്രസ്റ്റിന് വേണ്ടി ചെലവഴിച്ചു, സ്വകാര്യ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. യഥാർത്ഥ ഭക്തന്മാരുടെ പണം എത്തേണ്ടിടത്ത് എത്തുകയും ചെയ്തില്ല. മാത്രമല്ല, എത്തുന്ന പണം കൈയിട്ട് വാരി നക്കി തിന്നുന്ന സ്വഭാവമാണ് അവിടെയുള്ള ഒരു പറ്റം സംഘികളും അവരുടെ RSSൻ്റെയും BJPയുടെയും ഒക്കെ നേതാക്കൾ, ബജ്രംഗ് ദളിൻ്റെയും വിശ്വഹിന്ദു പരിഷത്തിൻ്റെയും ഒക്കെ നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗസനിയിലെ മുഹമ്മദ് പലതവണ ഇന്ത്യയിൽ വന്ന് സോമനാഥ ക്ഷേത്രം ആക്രമിച്ചതും കൊള്ളയടിച്ചതും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു ക്ഷേത്രത്തിന് ഉത്തരവാദിത്തം ഏൽപ്പിച്ച സംഘപരിവാറിൻ്റെ നേതാക്കൾ, RSSൻ്റെ നേതാക്കൾ, BJPയുമായി ബന്ധപ്പെട്ട ആളുകൾ, വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കൾ ആ ക്ഷേത്രത്തിൻ്റെ അകത്ത് നിന്ന് കാണിക്കയും ഭക്തർ നൽകിയിരിക്കുന്ന സംഭാവനകളും സ്വർണവും പണവും മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നത് ആധുനിക കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ സുരക്ഷാ സംവിധാനങ്ങളുള്ളപ്പോൾ അതിനെ മറികടന്ന് തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് വല്ലാത്ത ലജ്ജാകരമായ സംഭവമാണ്. കേന്ദ്ര സർക്കാരിന് മിണ്ടാട്ടമില്ല, UP സർക്കാരിന് മിണ്ടാട്ടമില്ല, BJPയുടെ നേതൃത്വത്തിന് പ്രതിഷേധമില്ല, യാതൊരു പരാതിയുമില്ല. കാരണം കള്ളൻ കപ്പലിൽ തന്നെയാണ്, സ്വയം കട്ടുകൊണ്ടുപോയതാണ്. നേതാക്കളാണ് ഉത്തരവാദികൾ. അത് തുടക്കം മുതലുള്ള മോഷണത്തിൻ്റെ അവസാനത്തെ അധ്യായമാണ് ക്ഷേത്രത്തിനകത്ത് നിന്നുള്ള മോഷണം. ആർക്കും ഒന്നും പറയാനില്ലേ? കേരളത്തിൽ ക്ഷേത്രത്തിലെ പണം അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി കട്ടു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് മിണ്ടാട്ടമില്ലേ? ഇവിടെ ഗസനിയിലെ മുഹമ്മദിനെ നാണിപ്പിക്കുന്ന തരത്തിലുള്ള കൊള്ളയാണ് നമ്മുടെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കുറച്ചെങ്കിലും സത്യം പുറത്തു വന്നിരിക്കുന്നു. അത് വാർത്താ മാധ്യമങ്ങൾ കണ്ണിൽ എണ്ണയൊഴിച്ചുകൊണ്ട് വാർത്തകൾ കൊടുത്തതുകൊണ്ടാണ്. മലയാള മാധ്യമങ്ങൾ വാർത്ത കൊടുക്കാൻ അല്പം വൈകിയെങ്കിലും ഇപ്പോൾ കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ വളരെ ശുഷ്കാന്തി കാണിച്ചതുകൊണ്ട് കുറേ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു. അവർ ഈ കേസിൻ്റെ പുറകെ ഉള്ളതുകൊണ്ട് കുറച്ചെങ്കിലും വാർത്തകൾ പുറത്തു വരുമെന്ന് വിശ്വസിക്കാം. ഏതായാലും ഉന്നത നേതാക്കളെ സംരക്ഷിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. യഥാർത്ഥ പ്രതികൾ ഒളിഞ്ഞു തന്നെ കിടക്കും. ഏതായാലും ഇതൊക്കെ ജനങ്ങൾക്ക് സംഘികൾ എന്താണ് എന്ന് ഒരു ബോധ്യം വരുന്നതിനും അവരുടെ ശരിയായ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാനും ഈ കേസ് സഹായിക്കും. അത്രമാത്രമേ ഇതേ കൊണ്ട് ഉപകാരം ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നന്ദി, നമസ്കാരം.